يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله الكبير المتعال، عظم شأن العمل وحفظ حقوق العمال، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. نحن قسمنا بينهم معيشتهم في الحياة الدنيا ورفعنا بعضهم فوق بعض درجات ليتخذ بعضهم بعضا سخريا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ചില പ്രത്യേകമായ സംവിധാനങ്ങളുണ്ട്. ഇവിടെ മനുഷ്യരിൽ പലരും പല വിധത്തിലുള്ള കഴിവുകളുള്ള ആളുകളാണ്. എല്ലാവരും ഒരേ നിലവാരത്തിലല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിത ക്രമങ്ങൾ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്. ചിലർക്ക് അല്ലാഹു ഒരുപാട് സമ്പത്ത് നൽകിയിട്ടുണ്ട്, വേറെ ചിലർക്ക് സമ്പത്ത് നൽകിയിട്ടില്ല. ചിലർ വളരെ ദരിദ്രരാണ്, പലരും വിദ്യാസമ്പന്നരാണ്. അതേ അവസരത്തിൽ തന്നെ പലരും യാതൊരു വിജ്ഞാനവും നേടിയിട്ടില്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുമാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ പദവി വ്യത്യാസങ്ങളും അതുപോലെ തന്നെ നിലവാരങ്ങളിലും ഓരോ ഗുണങ്ങളിലുമൊക്കെ മനുഷ്യർ പല തരക്കാരാണ്. അതുള്ളതുകൊണ്ടാണ് ഈ ലോകം മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ പല തട്ടുകളിലായി ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു എന്നുള്ളത് മുകൾ തട്ടിലുള്ള ആളുകൾ, അല്ലെങ്കിൽ കഴിവുള്ളവർ, ഉന്നതന്മാർ താഴെയുള്ള ആളുകളോട് അപമര്യാദയായി പെരുമാറുവാനോ അവരോട് മോശമായി സംസാരിക്കുവാനോ അടിമകളെപ്പോലെ ഇടപെടുവാനോ ഒന്നുമല്ല. മറിച്ച് ഈ ലോകത്തിൻ്റെ ഒരു ക്രമം അങ്ങനെയാണ്. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, ഇവിടെ എല്ലാവരും വമ്പിച്ച സാമ്പത്തിക ശേഷിയുള്ളവരാണ് എങ്കിൽ ഇവിടെ പണിക്കാരെ മനുഷ്യന് എവിടെ നിന്ന് ലഭിക്കും? ഓരോ ജോലികൾ ചെയ്യുവാനും ആവശ്യമായ ക്രമത്തിൽ ഇവിടെ അല്ലാഹു ആളുകളെ സംവിധാനിച്ചു വെച്ചിരിക്കുകയാണ്. എല്ലാവരും പണിക്കാരായാൽ അവർക്ക് പണം കൊടുക്കാൻ മുതലാളിമാരെ ആര് കൊടുക്കും? എല്ലാവരും സമ്പന്നരായാൽ അവർക്ക് കീഴിൽ തൊഴിലെടുക്കാൻ ആരെ കിട്ടും? അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ ക്രമങ്ങൾ നമ്മൾ വിശദീകരിക്കാതെ തന്നെ അറിയാം. ഏത് സംവിധാനങ്ങൾ, ഒരു കെട്ടിടമുണ്ടാകണമെങ്കിൽ അത് നിർമ്മിക്കാൻ തൊഴിലാളികൾ വേണം. ഒരു വാഹനമുണ്ടെങ്കിൽ അത് ഓടിക്കാൻ ഒരു ഡ്രൈവർ വേണം. നമ്മുടേതായ വീടുകളിൽ ഒരുപാട് പല വിധത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെടുവാൻ അതിന് കഴിവുള്ള ആളുകൾ വേണം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കഴിവുകളും തൊഴിലുകളും എല്ലാം ഈ ലോകത്ത് ആവശ്യമാണ്. വസ്ത്രം തുന്നണമെങ്കിൽ അത് തുന്നൽ അറിയാവുന്ന ആളുകൾ വേണം. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. ഭക്ഷണം നമ്മളാണോ നമുക്ക് വേണ്ടി തയ്യാറാക്കുന്നത്? പലപ്പോഴും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ എല്ലാം
ഒരാൾക്കും ഇവിടെ ഒരാളെയും ആശ്രയിക്കാതെ ജീവിക്കാനാവില്ല. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ ദറജാത്തിൻ ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖ്രിയ. സൂറത്തു സുഖ്റുഫ് വളരെ വ്യക്തമായി അല്ലാഹു തആല പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. മനുഷ്യർക്കിടയിൽ ഓരോരുത്തരുടെയും ജീവിത നിലവാരങ്ങൾ ഓരോരുത്തർക്കും എത്ര അളവിൽ കൊടുക്കണമെന്നുള്ള അവരവരുടെ മഈശത്തിന് വേണ്ട കാര്യങ്ങൾ നിങ്ങളാരുമല്ല വീതിച്ചു കൊടുക്കുന്നത്, അത് നാമാണത് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ലോകത്ത് അങ്ങനെയാ നടക്കുകയുള്ളൂ. ഫിൽ ഹയാത്തിദ് ദുനിയ, ഐഹിക ജീവിതത്തിൽ പലർക്കും പല വിധത്തിലുള്ള ജീവിത നിലവാരങ്ങൾ അത് നിശ്ചയിച്ചു കൊടുത്തത് നാമാണ്. വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ ദറജാത്തിൻ. ചിലർക്ക് ചിലരേക്കാൾ പദവി കൊടുത്തു, ചിലർക്ക് സമ്പത്ത് കൊടുത്തു, ചിലർക്ക് വലിയ സ്ഥാനമാനങ്ങൾ നൽകി, പലർക്കും പലതും നൽകി. അങ്ങനെ ചിലരേക്കാൾ ഒരു പടി പല പടികൾ നാം ഉയർത്തി അല്ലെങ്കിൽ വേർതിരിച്ചു. ഇതൊക്കെ എന്തിനാണെന്നറിയോ? ഇതൊന്നും നിങ്ങൾക്ക് മേന്മ നടിക്കാനും മറ്റുള്ളവരെ മോശമാക്കാനും അവനെ അപമാനിക്കാനും അവനെൻ്റെ കീഴിലെ ഞാൻ പറഞ്ഞാലാണ് കേൾക്കേണ്ടുന്ന ആളാണെന്ന് അടിമ മനോഭാവത്തോടെ പെരുമാറാനൊന്നുമല്ല. മറിച്ച് ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖ്രിയ, നിങ്ങൾ പരസ്പരം ചിലരെ സേവകരാക്കുവാനും ആശ്രയിച്ച് ജീവിക്കുവാനും ഒക്കെ തന്നെയാണ്. ഇവിടെ വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ, അത്യുന്നതമായ അധികാര സോപാനത്തിൽ വാഴുന്ന ഒരാൾ, അയാൾ പറയാണ് എനിക്കെല്ലാമില്ലേ, എനിക്കിനി ഒരാളുടെയും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജീവിക്കാനാവില്ല. അയാൾക്ക് അയാളുടേതായ നിത്യജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അയാളുടെ അത്ര വിദ്യാഭ്യാസമില്ലാത്ത, സാമ്പത്തിക ശേഷിയില്ലാത്ത, അധികാരമില്ലാത്ത, കഴിവില്ലാത്ത, പവറില്ലാത്ത ആളുകൾ വേണം. അവരെ ആശ്രയിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവിടെ ഏതൊരു തൊഴിലിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഓരോ തൊഴിലിനും അതിൻ്റെതായ വിലയുണ്ട്, മാന്യതയുണ്ട്. അത് മറ്റൊരാളുടെ മേൽ മേനി നടിച്ചുകൊണ്ട് ആ രൂപത്തിൽ അഹംഭാവം കാണിക്കുവാനുള്ളതല്ല എന്ന വ്യക്തവും ശക്തവുമായ കാഴ്ചപ്പാടാണ് ഇസ്ലാം ഇതിലൂടെ മനുഷ്യരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ചെയ്തിട്ടുള്ള ഈ വലിയ അനുഗ്രഹം ഗാർഹിക തൊഴിലാളികളുടെ കാര്യത്തിൽ, നമ്മുടെ വീട്ടിലെ ജോലിക്കാരുടെ കാര്യത്തിൽ, ഹൗസ് ഡ്രൈവർമാരുടെ കാര്യത്തിൽ, കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്ന തോട്ടം തൊഴിലാളികളുടെ കാര്യത്തിൽ, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആരായിരുന്നാലും അത്തരത്തിലുള്ള ലേബർമാരുടെ കാര്യങ്ങളിൽ ഒക്കെ ഇസ്ലാമിന് കൃത്യവും വ്യക്തവുമായ നിയമങ്ങളുണ്ട്, നയങ്ങളുണ്ട്. രാജ്യത്തിൻ്റെതായ ലേബർ നിയമങ്ങളും കർശനമായ തത്വങ്ങളും ആ വിഷയത്തിൽ വെച്ചു പുലർത്തുന്ന ആ മേഖലയിലെ നിയമങ്ങളും ഇന്ന് നിലവിലുണ്ട്. ഇതൊക്കെ പാലിച്ച് ജീവിക്കലാണ് ആ മേഖലയിൽ നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹു ചെയ്ത ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടത് അപ്രകാരമാണ്. അവരോട് നല്ല പെരുമാറ്റത്തിലൂടെ, നല്ല ഇടപെടലൂടെ. കാരണം തനിക്ക് കീഴിലുള്ള മനുഷ്യരോട്, തനിക്ക് വേണ്ടി നന്മ ചെയ്തു തരുന്ന മനുഷ്യരോട് നന്ദി കാണിക്കാത്തവർക്ക് അള്ളാഹുവിനോട് നന്ദി കാണിക്കാനാവില്ലല്ലോ. മല്ലം യശ്കുരിന്നാസ് ലം യശ്കുരില്ലാഹ്. ജനങ്ങളോട് നന്ദി പറയാത്തവൻ, ഒരു നന്ദിയുടെ വാക്ക് പോലും പറയാത്തവൻ അള്ളാഹുവിനോടത് കാണിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കീഴിൽ അവർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ നാടും കുടുംബവും വിട്ട് അവർ നമ്മോടൊപ്പം കഴിയുന്നത് അവർക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, അവരുടെ കുടുംബം പോറ്റുവാൻ തന്നെയാണ്, അവരുടെ ജീവിത നിവൃത്തിക്ക് വേണ്ടി തന്നെയാണ് അവർ വരുന്നത്, നമുക്ക് വേണ്ടി വേല ചെയ്യുന്നത്, നമുക്ക് വേണ്ടി തൊഴിലെടുക്കുന്നത്, നമ്മുടെ കീഴിൽ അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഖിദ്മത്ത് ചെയ്യുന്ന നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാർ, നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരത്തിലുള്ള നിങ്ങളുടെ സേവകന്മാർ, അവർ ഇഖ്വാനുക്കും ഖവലുക്കും, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവർ നിങ്ങളുടെ അടിമകളല്ല, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. ജഅലഹുമുല്ലാഹു തഹ്ത അയ്ദീകും, നിങ്ങളുടെ കരങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്. അള്ളാഹു അങ്ങനെ അവർക്ക് ആ രൂപത്തിൽ നിങ്ങൾക്ക് കീഴിലൊരു ആശ്രിതത്വത്തോടുകൂടി
നിങ്ങൾക്ക് സേവനം ചെയ്യുന്ന ആളുകളാക്കി മാറ്റി തന്നിട്ടുള്ളത്. അത് നിങ്ങൾ ആ നിലക്ക് അവരോടൊരു സാഹോദര്യ ബന്ധം നിങ്ങളെപ്പോഴും നിലനിർത്തണം എന്നാണ്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് താഴെയുണ്ടെങ്കിൽ ഫല്യുത്ഇംഹു മിമ്മാ യഅകുൽ, ഭക്ഷണം അവർക്കും കൊടുക്കണം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ഡ്രസ്സ് കൊടുക്കണം. ഓരോരുത്തർക്കും യോജിച്ച നിലവാരത്തിലുള്ള അവർക്ക് ആവശ്യമുള്ള മുതലാളി എടുക്കുന്ന അതേ ഡ്രസ്സ് അതെല്ലാവർക്കും സമൂഹത്തിൽ താഴെക്കിടയിലുള്ള തൊഴിലാളിക്ക് കൊടുക്കണമെന്നല്ല ഈ പറയുന്നത്. അതൊക്കെ മറ്റ് ഹദീസുകളിൽ അതിൻ്റെ വിശദമായ വിവരങ്ങളുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലും അവർക്ക് അനുയോജ്യമായ താമസ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്ന കാര്യത്തിലുമൊക്കെ വളരെയേറെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അവരുടെ ചികിത്സയുടെ കാര്യത്തിലുമൊക്കെ ഇന്ന് ധാരാളം കേസുകൾ ലേബർ കോടതികളിൽ നിലനിൽക്കുകയാണ്. പറഞ്ഞ സാലറി കൊടുക്കാതെ, സാലറി കൊടുക്കേണ്ടുന്ന ഡേറ്റ് തെറ്റിച്ചുകൊണ്ട് അവരെ വിഷമിപ്പിക്കുന്ന അവസ്ഥ, ഭക്ഷണം കൊടുക്കാതെ പട്ടിണിയിട്ടുകൊണ്ട്, അതേപോലെ തന്നെ പലവിധത്തിലുള്ള പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ ഏൽപ്പിക്കുന്ന ആ രൂപത്തിലുള്ള സ്വഭാവങ്ങൾ ഇന്ന് രാജ്യത്ത് പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും നിലവിലുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് അവിടുന്ന് നിസ്കാരത്തിന്റെ കാര്യം ഗൗരവത്തോടെ ജനങ്ങളെ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞതോടൊപ്പം അസ്സലാ വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ കരങ്ങളിൽ ഉടമപ്പെടുത്തിയവരെ, അതെ അന്ന് ഓരോ വീടുകളിലും അടിമകളുണ്ടായിരുന്ന, ആ വിധത്തിലുള്ള വില കൊടുത്ത് വാങ്ങിയിരുന്ന അടിമകളുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ പോലും അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല പെരുമാറ്റം പെരുമാറാനാണ് പറഞ്ഞത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വേലക്കാരൻ ഭക്ഷണവുമായി വന്നാൽ നിങ്ങൾക്ക് അവർ തയ്യാറാക്കിയ ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ അവർക്ക് നൽകണം. അതിൻ്റെ ചൂടും പുകയും വിഷമങ്ങളുമൊക്കെ അവരാണ് സഹിച്ചിട്ടുള്ളത്. പണം നമ്മളാണ് മുടക്കിയിട്ടുള്ളതെങ്കിലും, നമ്മൾ ശമ്പളം കൊടുക്കുന്ന ആളുകളാണെങ്കിലും ആ ഭക്ഷണം തയ്യാറാക്കുവാൻ അവരും വിയർപ്പൊഴുക്കിയിട്ടുണ്ട്, അവരും ചൂടുകൊണ്ടിട്ടുണ്ട്, അവരും പ്രയാസം സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ഭക്ഷണം അതിൽ നിന്ന് നിങ്ങൾ അവർക്ക് കൊടുക്കണം. ഈ വിധത്തിലൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഭക്ഷണത്തിൻ്റെ, വസ്ത്രത്തിൻ്റെ, പാർപ്പിടത്തിൻ്റെ, ചികിത്സയുടെ ഒക്കെ കാര്യത്തിൽ പറഞ്ഞതോടൊപ്പം പ്രത്യേകം ഒരു കാര്യം കൂടി പറഞ്ഞു, വലാ തുകല്ലിഫൂഹും മാ യഗ്ലിബുഹും, അവരെ കൊണ്ട് കഴിയാത്ത ഭാരം പേറാൻ അവരെ നിങ്ങൾ നിർബന്ധിക്കരുത്. അവർക്ക് കഴിയാത്ത ജോലി അവരെ ഏൽപ്പിക്കരുത്. അങ്ങനെ ഫൈൻ കല്ലഫ്തുമൂഹും, വല്ലതും അവർക്ക് പ്രയാസകരമായത് ഓവർ ഡ്യൂട്ടിയായി നിങ്ങൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഫഅഈനൂഹും, നിങ്ങൾ അവരെ സഹായിക്കണം. ആ മേഖലയിൽ അവർക്ക് കഴിയാത്തൊരു ഭാരം കൊടുക്കുമ്പോൾ അതിൽ നിങ്ങൾ അവർക്ക് സഹായം ചെയ്തു കൊടുക്കണം എന്നാണ് ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞത്. മാത്രമല്ല അവരുടെ അവകാശങ്ങൾ പിടിച്ചു വെക്കരുത്. കൃത്യമായ ശമ്പളം അത് പറഞ്ഞ സമയത്ത് കരാറിലുള്ളതുപോലെ ഡിലേ ഇല്ലാതെ കൊടുക്കണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അഅ്തുൽ അജീറ അജ്റഹു, തൊഴിലാളിക്ക് അവന്റെ പ്രതിഫലം നിങ്ങൾ നൽകണം. അവൻ ജോലി ചെയ്ത് അധ്വാനിച്ച വിയർപ്പ് വറ്റുന്നതിൻ്റെ മുമ്പ്. എത്ര ഗൗരവത്തോടെയാണ് ഇസ്ലാം ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അല്ലാഹു തആല അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നബിതങ്ങൾ പറയുകയാണ്, നാളെ മഹ്ശറിൽ ഖിയാമത്ത് നാളിൽ ഞാൻ വാദിക്കും 3 വിഭാഗം ആളുകൾക്ക് വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ എടുത്തു പറഞ്ഞ 3 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരാണ്? റജുലുൻ, ഒരാൾ ഇസ്തഅജറ അജീറ, ഒരു തൊഴിലാളിയെ കൂലിക്ക് വിളിച്ചു, തൊഴിലാളിയെ കൊണ്ട് പണിയെടുപ്പിച്ചു. എന്നിട്ട് ഫസ്തൗഫാ മിൻഹു, അവനെ കൊണ്ട് കൃത്യമായി പണിയെടുപ്പിച്ചു. പക്ഷേ വലം യുഅ്തിഹി അജ്റഹു, പറഞ്ഞ ശമ്പളം കൊടുത്തില്ല, കൂലി കൊടുത്തില്ല, അവൻ്റെതായ ആ അവകാശത്തെ പിടിച്ചു വെച്ചുവെങ്കിൽ അത് മഹ്ശറിൽ ഞാൻ നേരിട്ട് ഇടപെടുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ത്? ഇസ്ലാം താഴെയുള്ള ആളുകളോടും തൊഴിലാളികളോടും വീട്ടുജോലിക്കാരോടും മറ്റു ബന്ധപ്പെട്ട ആളുകളോടുമൊക്കെ ഇടപെടേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന്. എവിടെയെങ്കിലും ഒറ്റപ്പെട്ട, അതല്ലെങ്കിൽ ഏതെങ്കിലും അധകൃതരായ വിദ്യാഭ്യാസമില്ലാത്ത ആരുടെയെങ്കിലും പ്രവർത്തനങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ, അതല്ലെങ്കിൽ ഒരു സമൂഹം മുഴുവൻ ഇങ്ങനെയാണെന്ന് പലവിധത്തിലുള്ള സിനിമകളും മറ്റും പ്രചരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് മുഴുവൻ ആളുകളും എന്ന് പറഞ്ഞു പരത്തുന്ന ഒരു പ്രത്യേകമായ ആരോപണത്തിൻ്റെ സംസ്കാരം ഇന്ന് പലയിടങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. എല്ലാവരും ഒരുപോലെയാണെന്ന് അല്ല. ഏത് രാജ്യത്തുമുണ്ടാകും, ഏത് നാട്ടിലുമുണ്ടാകും നന്മയോടെ പെരുമാറുന്ന ആളുകൾ,
നീതിയോടെ മുന്നോട്ട് പോകുന്ന ആളുകൾ പലയിടങ്ങളിലും ഉണ്ടാകും. അതിനൊക്കെ അപവാദമായ ആളുകളും അപവാദമായവ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെയാണ് മുസ്ലിമീങ്ങൾ തൊഴിലാളികളോട് ഇടപെടുന്നത്, ഇതാണ് അവരുടെ ജീവിതം, ഇതാണ് അവര് ആടുകളെപ്പോലെ മൃഗങ്ങളെക്കാൾ മോശമായ പെരുമാറ്റമാണെന്ന് മുഴുവൻ മൊത്തത്തിൽ അത് പർവ്വതീകരിച്ച് അതിന് മൊത്തം എല്ലാവരെയും ആ നിലക്കുള്ള ഒരു ക്രൂരതയുടെ ചാപ്പയടിക്കുന്നത് അത് നീതിയല്ല. ഇസ്ലാം വളരെ ഗൗരവത്തോടെ കൃത്യവും വ്യക്തവുമായ നയങ്ങളാണ് ഈ മേഖലയിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ മക്കളുടെ തെർബിയത്ത്, നമ്മളുടെ മക്കൾക്ക് വേണ്ട ദീനീ ശിക്ഷണങ്ങൾ അത് ആയമാരെയല്ല ഏൽപ്പിക്കേണ്ടത്, അത് വരുന്ന നമ്മുടെ വീട്ടിലെ തൊഴിലാളികളെയല്ല ഏൽപ്പിക്കേണ്ടത്. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനും അതേപോലെ തന്നെ വീട് വൃത്തിയാക്കാനും നമ്മുടെ വണ്ടി ഓടിക്കാനും അതേപോലെ തന്നെ തോട്ടം നനക്കാനും നമ്മുടെ കാർഷികമായ പ്രവർത്തനങ്ങൾ ചെയ്യാനും അതൊക്കെ അവരുടെ ഡ്യൂട്ടികൾ അവർ ചെയ്യട്ടെ. പക്ഷേ അവരുടെ ധാർമ്മിക നിലവാരം അത് നോക്കാൻ അവരെയല്ല ഏൽപ്പിക്കേണ്ടത്, അത് അവരല്ല തീരുമാനിക്കേണ്ടത്. നമ്മൾ അവിടെ നല്ലോണം ഇടപെടേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളുടെ സംരക്ഷണം, അവർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിചയപ്പെടുത്തൽ, ഇസ്ലാമിക സംസ്കാരത്തിലൂടെ വളർത്തൽ, ഇസ്ലാമിൻ്റെ വേഷവിധാനം അവരെ ശീലിപ്പിക്കൽ, ഓരോന്നോരോന്നും അത് വീട്ടിലെ തൊഴിലാളികളുടെ ഉത്തരവാദിത്തമല്ല, അത് അവർ നോക്കിക്കോളും എന്നുള്ളതല്ല. മാത്രമല്ല അനിസ്ലാമികമായ മുസ്തഫ പഠിപ്പിച്ചിട്ടുള്ള ഒരു സംസ്കാരവും വീടുകളിലേക്ക് അത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവന്നതിൻ്റെ പേരിൽ കടന്നു കയറുവാനും പാടില്ല എന്നുള്ളത് ആ വിഷയത്തിൽ ആ മേഖലയിൽ അത്തരം ആളുകളെ തൊഴിലിന് കൊണ്ടുവരുന്ന മുഴുവൻ ആളുകളുടെയും ശ്രദ്ധയിൽ പതിയേണ്ടുന്ന കാര്യമാണ്. ഒരു വീടിനൊരു പ്രൈവസി ഉണ്ടാകും, ഒരു വീടിനൊരു സംസ്കാരമുണ്ടാകും. അത് ഇസ്ലാമിൻ്റെ സംസ്കാരമാണ്. ആ സംസ്കാരം കാത്തു സൂക്ഷിക്കപ്പെടേണ്ടവയാണ്. ഓരോ ഇടങ്ങളിലും പാലിക്കേണ്ട അദബുകളുണ്ട്. ഈ വീടിൻ്റെ കൾച്ചർ ഇന്നതാണ്, ഈ വീടിൻ്റെ സംസ്കാരം ഇന്നതാണ്, ഈ വീട് ഇങ്ങനെയുള്ള ഒരു മതബോധമുള്ള വീടാണ്, അത് പാലിക്കണം എന്ന് അവിടെയുള്ള കീഴിലുള്ള ആളുകളോട് വരുമ്പോൾ തന്നെ വളരെ ഗൗരവത്തോടുകൂടി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം കൂടി അവർക്കുണ്ട്. അതേപോലെ തന്നെ അവർക്കൊരുപാട് കടമകളുണ്ട്. അവരുടേതായ കൃത്യവും വ്യക്തവുമായ നിലക്ക് ജോലി ചെയ്യുക എന്നുള്ളത് അവരുടെ ബാധ്യതയാണ്. ജോലി എന്നുള്ളത് ഒരു അമാനത്താണ്. ഇസ്ലാം എപ്പോഴും അവകാശങ്ങളെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കാറുള്ളത്, കടമകളും പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. തൊഴിലാളിക്ക് കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ച് മാത്രമല്ല ഇസ്ലാം വാചാലനായത്. തൊഴിലാളിക്ക് തൻ്റെ തൊഴിലിനോട് ആത്മാർത്ഥത വേണം. തൻ്റെ മുതലാളിയോട് ഇടപെടേണ്ടുന്ന രീതികൾ അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. താൻ ഏറ്റെടുത്ത ജോലി കരാർ ഒപ്പിടുമ്പോൾ ഞാനൊരു അമാനത്തിലാണ് ഒപ്പിടുന്നത്. ഒരു കോൺട്രാക്റ്റിൽ ഒപ്പിടുമ്പോൾ ഞാൻ ഒരു കരാറിലാണ് ഒപ്പിടുന്നത് എന്ന ബോധം അവർക്കുമുണ്ടാകണം. അതവർ പഠിച്ചു മനസ്സിലാക്കണം. അവിടെ വളരുന്ന മക്കൾ വീടിൻ്റെ സ്വകാര്യതകൾ, വീട്ടിലെ ഉപകരണങ്ങൾ, സാധന സാമഗ്രികൾ, അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ എല്ലാത്തിലും അവർ അമിതമായ വ്യയം ചെയ്തുകൊണ്ട് ആ വീട്ടുടമയെ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥകൾ വരാതിരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അവർ ഏറ്റെടുത്തിട്ടുള്ളത് അമാനത്താണെന്നും ആ അമാനത്ത് മഹ്ശറിൽ നിങ്ങളും ചോദിക്കപ്പെടുമെന്നും അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. കൃത്യസമയത്ത് ജോലിക്ക് വരണം, കൃത്യസമയത്തെ അവർക്ക് പറഞ്ഞ സമയത്തെ വീട്ടിൽ നിന്ന് പോകാവൂ. ഏത് തൊഴിലും അങ്ങനെ തന്നെയാണ്. ഉടമ കാണുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആത്മാർത്ഥമായി തന്നെ എന്നെ എൻ്റെ മുതലാളി കാണുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കാണുന്നുണ്ട്, എന്നെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന ബോധമാണ് ഓരോ തൊഴിലാളിക്കും ഉണ്ടായിരിക്കേണ്ടത്. താൻ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അത് വളരെ കൃത്യവും വ്യക്തവും കണിശവുമായ നിലക്ക് നിർവഹിക്കണം. അതാണ് അള്ളാഹുവിന് ഇഷ്ടമെന്ന് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. ആ മേഖലയിൽ എന്തെങ്കിലും ഒരു അലംഭാവം വരുത്തിയിട്ടാണ് ഒരാൾ സാലറി വാങ്ങുന്നതെങ്കിൽ അവൻ നിഷിദ്ധമായ മുതലാണ് അവൻ്റെ വരുമാനത്തിലേക്ക് വാങ്ങുന്നത്. മൻ വശനാ ഫലൈസ മിന്നാ, നമ്മെ ചതിക്കുന്നവൻ, നമ്മെ വഞ്ചിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീടിൻ്റെ പ്രൈവസി അവരും മാനിക്കണം. വീടുകളിലേക്ക് അവർക്ക് ചെന്ന് ചേരുവാനും അവർക്ക് പ്രവേശിക്കുവാനും
അനുവാദമുള്ള ഇടങ്ങളുണ്ടാകും ഒരു വീട്ടിൽ. ആ വീട്ടിൻ്റെ ആ പരിധിക്കപ്പുറം അവർക്ക് പ്രവേശിക്കാൻ പാടില്ല. വീടിൻ്റെ പ്രൈവസി തകർക്കാൻ പാടില്ല. വീടിൻ്റെ അകത്തുള്ള സംസാരങ്ങൾക്ക് രഹസ്യമായി കാതോർക്കാൻ പാടില്ല. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ മൊബൈൽ ഫോണുകളിലൂടെയും മറ്റുമൊക്കെ ദൃശ്യങ്ങൾ പകർത്തുവാനും ഒരു വീടിൻ്റെ സ്വകാര്യതകൾ പുറത്തേക്ക് പ്രചരിപ്പിക്കുവാനും അവരുടേതായ സ്വകാര്യ സംഭാഷണങ്ങൾ കാതോർത്ത് കേൾക്കുവാനും അത് പരസ്യമാക്കുവാനുമൊക്കെ, അങ്ങനെ ചുഴിഞ്ഞന്വേഷിക്കുവാനുമൊക്കെ ഒളിഞ്ഞു നോക്കുവാനുമൊക്കെ ഇന്ന് പല ആളുകളും ശ്രമിക്കാറുണ്ട്. വലാ തജസ്സസു, നിങ്ങൾ ചുഴിഞ്ഞന്വേഷണം നടത്തരുത്. നിങ്ങളുടെ ദൃഷ്ടികൾ നിങ്ങൾ നിയന്ത്രിക്കണം. ഖുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം, വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനകളാണ്. സാമൂഹ്യ മര്യാദകൾ അവർ പാലിക്കണം, രാജ്യത്തുള്ള നിയമങ്ങൾ അവർ പാലിക്കണം. അവർ കരാറിൽ എന്താണോ ഒപ്പിട്ടിട്ടുള്ളത് ആ കരാറിൽ പറഞ്ഞ മര്യാദകളൊക്കെ തൊഴിലുകളൊക്കെ അവരും ചെയ്യണം, സമയം പാലിക്കണം. അവരെ കൊണ്ടുവരുന്ന ആളുകളും തന്നെ നിയമം പാലിച്ചോളണം. ഒരു രാജ്യത്തേക്ക് അത്തരത്തിലുള്ള ആളുകളെ, ഗാർഹിക തൊഴിലാളികളെ കൊണ്ടുവരുമ്പോൾ വിസയില്ലാത്ത ആളുകൾ പാടില്ല. അനധികൃതമായി പുറത്ത് വിഹരിക്കുന്ന, രാജ്യവിരുദ്ധമായ അതേ വിധത്തിൽ ഇവിടെ ജീവിക്കുന്ന ഒരാളെയും ജോലിക്ക് വെക്കാൻ പാടില്ല. തുടങ്ങിയിട്ടുള്ള അനവധി നിർദ്ദേശങ്ങളാണ് പ്രിയമുള്ളവരെ ഈ മേഖലയിൽ ഇസ്ലാമികമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഓരോ രേഖകളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് 10 കൊല്ലം യാത്രയിലും നാട്ടിലുമൊക്കെ ഖിദ്മത്ത് ചെയ്ത വ്യക്തിയായിരുന്നു അനസ് റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾ പറയുന്നുണ്ട്, 10 കൊല്ലം അതേ എല്ലാ സമയങ്ങളിലും പ്രവാചകന്റെ കൂടെ ഒരു ജോലിക്കാരനായി മുന്നോട്ട് പോയ ഞാൻ ഒരിക്കലും എന്നോട് എന്തേ നീ ഇങ്ങനെ ചെയ്തില്ല, നീ ഇങ്ങനെ ചെയ്തത് എന്ന വിധത്തിലുള്ള വളരെ അവരെ അടിക്കുന്ന ഒരു സ്വഭാവം എന്നെ ഒരിക്കലും അടിച്ചിട്ടില്ല, എന്നെ അപമാനിച്ചിട്ടില്ല, എന്നെ തെറി വിളിച്ചിട്ടില്ല എന്നൊക്കെ മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കടമകളുണ്ട്. തൊഴിൽ ഉടമയ്ക്ക് കടമകളുണ്ട്, തൊഴിലാളിക്ക് കടമകളുണ്ട്. അതിൻ്റെ കൃത്യവും വ്യക്തവുമായ നയങ്ങൾ ഓരോരുത്തരും പാലിച്ചാൽ സുഗമമായി കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതല്ലാതെ വീഴ്ചകൾ വരുത്തി അതേപോലെ തന്നെ അശ്രദ്ധ കാണിച്ച് തൻ്റെതായ ഉത്തരവാദിത്ത നിർവഹണത്തിൽ വീഴ്ച വരുത്തി മുന്നോട്ട് പോകുന്നുവെങ്കിൽ അത് തൊഴിലാളി ചെയ്യുന്ന ഏറ്റവും നിഷിദ്ധമായ കാര്യമാണ്. അവന് കൊടുക്കേണ്ടുന്ന ആനുകൂല്യങ്ങളെ പിടിച്ചു വെച്ചാൽ അത് മുതലാളി ചെയ്യുന്ന, ഉടമ ചെയ്യുന്ന ആ വിധത്തിലുള്ള നിഷിദ്ധവുമാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം പവിത്രമാണ് ഈ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഓരോ മേഖലയിലും. സുബ്ഹാനല്ലാഹ്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം അത് ഇസ്ലാമാകുന്നു. അതിൻ്റെ നിയമങ്ങളാണ് ഈ കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരും അവരവരുടേതായ മേഖലകളിൽ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപാകതകളും പോരായ്മകളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു وعلى آله وصحبه ومن تبع هديه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. പ്രിയ സഹോദരങ്ങളെ, പരിപാവനമായ പവിത്രമായ ദുൽഹജ്ജിൻ്റെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷത്തോടുകൂടി ഈദ് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സുദിനങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇസ്ലാമികമായ എല്ലാ ഓർമ്മകളും നിലനിൽക്കേണ്ടുന്ന ദിനങ്ങളാണിത്. ഇസ്ലാമികമായ നിയമങ്ങളെ കാറ്റിൽ പറത്തേണ്ടുന്ന നിയമങ്ങളല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യാമു തശ്രീഖ് അയ്യാമു അക്ലിൻ വശുർബിൻ വദിക്രിൻ ലില്ലാഹ്. അയ്യാമു തശ്രീഖ് ഏതാണത്? അയ്യാമു തശ്രീഖ് ദുൽഹജ്ജ് 10 കഴിഞ്ഞാൽ 10ൻ്റെ അന്ന് നമ്മൾ ഈദ് ആഘോഷിച്ചു. 11 ദുൽഹജ്ജ് 11, ദുൽഹജ്ജ് 12, ദുൽഹജ്ജ് 13. ഈ 3 ദിവസങ്ങൾക്ക് പറയുന്ന പേരാണ് അയ്യാമു തശ്രീഖ്. ഈ അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങൾ നമുക്ക് നോമ്പെടുക്കാൻ പാടില്ലാത്തതാണ്. അതാണ് അയ്യാമു അക്ലിൻ വശുർബിൻ. അത് ഭക്ഷണവും അതേപോലെ തന്നെ പാനീയങ്ങളൊക്കെ കുടിച്ച് മനുഷ്യൻ സന്തോഷിക്കേണ്ടുന്ന ദിവസം തന്നെയാണ്, പട്ടിണി കിടക്കേണ്ട ദിവസമല്ല.
അതുകൊണ്ട് പലപ്പോഴും ഓരോ അറബി മാസത്തിലെയും 13, 14, 15 നോമ്പെടുക്കുന്ന അയ്യാമുൽ ബീദിന്റെ നോമ്പെടുക്കുന്ന ആളുകൾക്കും ഈ ദുൽഹജ്ജിലെ 13 അന്ന്, അഥവാ നമ്മെ സംബന്ധിച്ചിടത്തോളം നാളെയാണ് ദുൽഹജ്ജ് 13. നോമ്പെടുക്കൽ നിഷിദ്ധമാണ്, ഹറാമാണ്. നോമ്പെടുക്കാൻ പാടില്ല. ഈദിന്റെ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ ഹറാമാണ്. അവർക്കതിന് അനുവാദമില്ല. അതേ അവസരത്തിൽ 14 എടുക്കാം, 15 എടുക്കാം. 3 ദിവസം ഒരു മാസത്തിൽ നിന്ന് പൂർത്തിയാക്കാൻ വേണ്ടി 16 എടുത്തോളൂ. ഇനി അതല്ലെങ്കിൽ അവസാനത്തെ 10 വരുന്ന ഏതെങ്കിലും 3 ദിവസം എടുത്തോളൂ. 13 എടുക്കാൻ പാടില്ല. 11, 12, 13 പെരുന്നാളിൻ്റെ ദിവസങ്ങളാണ്. അത് നമ്മുടെ ഈദിൻ്റെ ദിനങ്ങളാണ്. നോമ്പെടുക്കാൻ പാടില്ല. ഉദുഹിയ്യത്ത് ആർക്കെങ്കിലും മറക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനിയും ചാൻസ് ഉണ്ട്. അഥവാ നാളെ, അഥവാ ദുൽഹജ്ജ് 13 മഗ്രിബിന്റെ തൊട്ട് മുമ്പ് വരെ ആ കർമ്മം നിർവഹിക്കുവാൻ നമുക്ക് അനുവാദമുണ്ട്. ആ രൂപത്തിലും നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. തീറ്റയുടെയും കുടിയുടെയും ആനന്ദത്തിൻ്റെയും ഇടക്ക് അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു തീറ്റ, നിഷിദ്ധമായ കുടി, നിഷിദ്ധമായ ഭക്ഷണം, നിഷിദ്ധമായ നോട്ടം, നിഷിദ്ധമായ ആഘോഷങ്ങൾ, റബ്ബിനെ മറന്നുകൊണ്ടുള്ള ഏതെല്ലാം വിധത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ടോ ആഘോഷമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആണും പെണ്ണുമൊക്കെ ചെയ്യുന്നത്, അതൊന്നും പാടില്ല. കാരണം നേരം നിസ്കാരങ്ങളുടെ പിറകെ നമ്മൾ തക്ബീർ ചൊല്ലുന്നുണ്ട്. അതിൻ്റെയും പുറമെ അള്ളാഹുവിനെ ഓർക്കാനുള്ള ദിവസങ്ങളാണത്. ഏത് ഈ അറിയപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞെടുത്ത് ഇതൊക്കെ എപ്പോഴും തക്ബീറുകൾ ചൊല്ലി സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, ഇതൊക്കെയും നമുക്കും നിർവഹിക്കാവുന്നതാണ്. ഇതൊക്കെ ഇസ്ലാമികമായി നമ്മുടേതായ കർത്തവ്യമാണ്. ഓരോ ഘട്ടങ്ങളിലും അതിൻ്റെതായ നിയമങ്ങളനുസരിച്ച് മുന്നോട്ട് പോകുന്ന വിനീതനായിരിക്കണം, അനുസരണശീലയുള്ളവനായിരിക്കണം, ഭക്തനായിരിക്കണം, വിശ്വാസി എന്നാണ് ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. അടുത്തിടെ മരണപ്പെട്ടവർ മറ്റു പല വിധങ്ങളിൽ ആക്സിഡൻറ്റുകളിലും പലയിടങ്ങളിലുമായി മരണപ്പെട്ടു പോയവരുണ്ട്. അള്ളാഹുവേ, എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമേ. എല്ലാവരുടെയും ഖബറുകൾ സന്തോഷത്തിലാക്കി കൊടുക്കണമേ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് ചേർക്കണമേ. കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.